ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ അതിൽ അമേരിക്ക ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് നിഷ്കളങ്കമായി കരുതാൻ കഴിയുമോ? തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാദഗതി അല്ല അത്. കാരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഇത്തരം നീക്കങ്ങൾക്ക് അമേരിക്കയുടെ ടാസിറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു സപ്പോർട്ടും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇസ്രായേൽ എന്നത് ബേസിക്കലി അമേരിക്കയുടെ ഒരു എക്സ്റ്റൻഡഡ് കോളനി തന്നെയാണ്. അമേരിക്ക വിരലനക്കാതെ ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദോഹയിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയെ അറിയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇസ്രായേൽ ചെയ്തത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമേരിക്കയുടെ തന്നെ കോളനികൾ, അമേരിക്കയുടെ തന്നെ ബേസുകൾ, മിലിറ്ററി ബേസുകൾ അവിടെ ഖത്തറിലും സമീപ രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ എസ്കലേഷനാണ്. ഇറാനിലോ അല്ലെങ്കിൽ സിറിയയിലോ അല്ലെങ്കിൽ ലെബനോണിലോ പോയി ഹമാസ് നേതാക്കളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നത് പോലെയല്ല ഖത്തറിൽ നെഗോസിയേഷന് വേണ്ടി വന്ന ഹമാസ് നേതാക്കളെ ടാർഗറ്റ് ചെയ്യുക എന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ PM നാരായണൻ, താങ്കളുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന്.